സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലാണുള്ളത് കേട്ടോ. നമ്മൾ കണ്ണൂർ ഭാഗത്ത് വീഡിയോസാണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. മഴ കാരണം നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോസ് നമ്മൾ കണ്ണൂർ ഭാഗത്തെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള അപ്ഡേറ്റ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് മഴ കാരണം നല്ല മണ്ണിടിച്ചിലുള്ള സ്ഥലമാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബൈപ്പാസിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇപ്പോൾ തൽക്കാലം മേഘ കമ്പനി അവിടെ വർക്ക് പെൻഡിങ് ആണ്, വർക്ക് സ്റ്റോപ്പാക്കിയിരിക്കുകയാണ്. മഴ കാരണം വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെയും അങ്ങനത്തെ അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. കാരണം നല്ല മഴയായിരുന്നു. ഇന്ന് ഞാൻ രാവിലെ 7 മണിക്ക് എടുത്ത വീഡിയോസാണ് കേട്ടോ. മഴ കുറഞ്ഞത് കാരണം വീഡിയോ ഈ ഭാഗത്ത് എടുക്കാൻ വന്നതാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ ഒരു വയഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചട്ടഞ്ചാൽ കഴിഞ്ഞ് ബേവിഞ്ച പോകുന്ന റൂട്ടാണ് കണ്ട. ഈ ഭാഗത്തായിട്ട് നല്ല ഉറവുള്ള സ്ഥലമാണ്. നല്ല രീതിയിൽ വെള്ളം വരുന്നത് കേട്ടോ. ഈ കുന്നൊക്കെ ഇടിച്ചിട്ടാണ് ഈ ഭാഗത്തായിട്ട് റോഡ് നിർമ്മിക്കുന്നത്. എന്തായാലും ഈ മഴക്കാലത്ത് ഈ ഭാഗത്തായിട്ട് വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മെഗാ കമ്പനിക്ക് നല്ല പണിയാണ് കേട്ടോ കിട്ടിയത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഭാഗത്തായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ടുയർത്തുന്നത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് അറിയില്ല ഈ മഴക്കാലത്തേട്ടാ. നല്ല ഉറവ ഉള്ള വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നല്ല കട്ടിയോടെയുള്ള ഭിത്തികൾ കെട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ മണ്ണിട്ടുയർത്തുന്നത്. ഈ ഭാഗത്ത് കണ്ടോ നല്ല മലഞ്ചെരുവായിട്ടാ. മുകളിലായിട്ട് തൽക്കാലം റോഡ് നിർമ്മിച്ചിട്ട് അത് കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും പോകുന്നത്. നമ്മളെ വലതുഭാഗത്തായിട്ട് നല്ല താഴ്ചയാണ് കേട്ടോ, ഒക്കെയാണ്. അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വേണം റോഡ് നിർമ്മിക്കാൻ. പക്ഷേ ഈ മഴയുള്ള സമയത്ത് ഇത് നടക്കുന്ന കാര്യം പോസിബിളല്ല. മഴയൊക്കെ മാറിയിട്ട് വേണം. ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് തീരാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും കേട്ടോ. തെക്കിൽ ഭാഗത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. അപ്പോൾ എല്ലാ സമയത്തും വെള്ളം കെട്ടി കിടക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കേണ്ടത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കാര്യമായ വർക്ക് പുരോഗതിയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തെക്കിൽ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിലവിൽ പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തോട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2 സ്പാനുകൾക്കിടയിലുള്ള ഭാഗത്ത് ആണ് ഇപ്പോൾ ഇനി കോൺക്രീറ്റ് വർക്കുകൾ ബാക്കിയുള്ളത്. പുതിയ പാലത്തിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം തെക്കിലെ പഴയ പാലം ബലക്കുറവ് കാരണം പൊളിച്ചു മാറ്റുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ പുതിയ പാലം വരുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇനി മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇനിയും നടക്കാനുള്ളത്. നമ്മളെ കുറച്ച് മുമ്പിലായിട്ട് ഈ ചതുപ്പ് പ്രദേശമാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് വയലുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തായാലും കോൺക്രീറ്റ് ഭിത്തികൾ സ്ഥാപിച്ചിട്ടാണ് കേട്ടോ മണ്ണിട്ടുയർത്തിയത്. ചെങ്കള നീലേശ്വരം റീച്ചിൽ മേഘാ കമ്പനിയുടെ വർക്ക് വളരെ മന്ദഗതിയിലാണ് കേട്ടോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇവരുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗതിയുണ്ട്. അവർ ആ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് നടത്തുന്നത് 2 ഭാഗത്തും സർവീസ് റോഡുകൾ സെറ്റാക്കിയിട്ട് വാഹന ഗതാഗതത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇനിയും കുന്നുകൾ ഇടിക്കുന്ന വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. കുന്നിന് മുകളിൽ ഒരു റോഡ് പോകുന്നുണ്ട്. ഈ വയഡക്റ്റിൻ്റെ ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ട് 2 ഭാഗത്തോട്ട് വാഹന ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വലതുവശത്തായിട്ട് ഇപ്പോൾ സ്പാനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ളക്കെട്ടൊക്കെ നമുക്ക് ഈ കുഴികളിൽ കാണാൻ സാധിക്കും. നമ്മുടെ വലതുവശത്തായിട്ട് പഴയ നാഷണൽ ഹൈവേ റോഡാണ് കേട്ടോ കാണുന്നത്. ഇവിടെ കുറച്ച് മുമ്പിലായിട്ട് ഇപ്പോൾ ഇവിടെ ഗർഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായി കാണാൻ സാധിക്കും. ഈ പോലുള്ള സ്ഥലത്ത് മുമ്പൊരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ. നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്.
ഈ ഭാഗത്ത് റീഅലൈൻമെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. വലിയ കുന്നായിരുന്നു. ഈ കുന്ന് ഇടിച്ച് നിരപ്പാക്കിയിട്ട് വേണം ഇപ്പോൾ റാ പോലുള്ള വളവിന് പകരമായിട്ട് ഇപ്പോൾ റോഡ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.